അദാനിയുടെ ആസ്തി വെറും 2.8 ബില്യൺ US$ ആയിരുന്നു. എന്നാൽ 2019 എത്തുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് ഒറ്റയടിക്ക് $8.7 ബില്യൺ ആയി വളർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുഹൃത്തായ വ്യവസായ പ്രമുഖൻ ഗൗതം അദാനിക്കെതിരെ ഒരു കുരുക്ക് വല്ലാതെ മുറുകുകയാണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഒക്കെ സംരക്ഷണത്തിൽ നിന്നും ഒരുപാട് മാറി അമേരിക്കയിലാണ് അദാനിക്കെതിരായ കുരുക്ക് കൂടുതൽ മുറുകുന്നത്. ഇക്കഴിഞ്ഞ 2024 നവംബറിലാണ് അദാനി ഗ്രൂപ്പിനെയും ഗൗതം അദാനിയെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി അമേരിക്കയിലെ കോടതി 3 കേസുകളിലായി നൽകുന്നത്. ആ 3 കേസുകളിലെയും വിചാരണ പുരോഗമിക്കുന്നതിനിടെ അമേരിക്കയിലെ കോടതി നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ 3 കേസുകളുടെയും വിചാരണ ഒരുമിച്ച് നടത്തി വേഗം പൂർത്തിയാക്കാനാണ് അമേരിക്കയിലെ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ അദാനിക്കെതിരായ ഈ 3 കേസുകളിലെയും വിചാരണ വളരെ വേഗം പൂർത്തിയാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. BJP കേന്ദ്രങ്ങളുടെയും അദാനിയുടെയും ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു വാർത്തയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിൽ നൽകിയ അഴിമതിയുടെ പേരിലാണ് അമേരിക്കയിൽ ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗരോർജ്ജ പദ്ധതികൾക്ക് നിന്നുള്ള വൈദ്യുതി വാങ്ങുന്നതിനായി സംസ്ഥാന സർക്കാരുകൾക്ക് ഏകദേശം $265 മില്യൺ, അതായത് 2029 കോടി രൂപ അഴിമതി പണമായി, കൈക്കൂലി പണമായി നൽകി എന്നതാണ് അദാനിക്കെതിരായ കേസ്. ഈ കൈക്കൂലിയുടെ വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അദാനി അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും വൻതോതിൽ പണം സ്വീകരിച്ചു എന്നതുമാണ് ഈ കേസിന്റെ ആധാരം. പക്ഷേ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത, ഇന്ത്യയിൽ നടന്ന അഴിമതിയെ കുറിച്ച് അമേരിക്കയിൽ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടും അദാനിക്കെതിരെ ഒരു അന്വേഷണം നടത്താൻ പോലും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയും തയ്യാറായിട്ടില്ല. അതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അദാനിക്കെതിരെ ആദ്യമായല്ല തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വരുന്നത്. മുൻപ് 2023 ജനുവരിയിൽ ഏകദേശം പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുന്നോടിയായാണ് ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ വ്യക്തമായി തെളിവുകൾ നിരത്തി ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അദാനി സ്റ്റോക്ക് മാർക്കറ്റ് തിരിമറി നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. അതിന്റെ വിശദ വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിംഗ് റെഗുലേറ്ററി ഏജൻസിയായ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെബി പേരിനൊരു അന്വേഷണം നടത്തി അദാനിയെ കുറ്റവിമുക്തനാക്കുന്നതല്ലാതെ ശക്തമായ നടപടി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. സമാനമായ ഒരു റിപ്പോർട്ട് 2023 ഓഗസ്റ്റിലും പുറത്തു വന്നിരുന്നു. അത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറക്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന്റെ ഒരു റിപ്പോർട്ടായിരുന്നു. അതിലും വ്യക്തമായി തെളിവുകൾ നിരത്തി അവർ പറഞ്ഞത് അദാനി ഓഫ് ഷോർ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് തിരിമറി നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടും അദാനി പൂർണ്ണ സുരക്ഷിതനായി ഇന്ത്യയിൽ വാഴുന്നതിന് കാരണം അദാനിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. നമ്മൾ അദാനിയുടെ സമ്പത്തിലെ വളർച്ച ഒന്ന് പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാവും. 2014 നരേന്ദ്രമോദി സർക്കാർ ആദ്യം അധികാരത്തിലേറുന്ന വർഷം അദാനിയുടെ ആസ്തി വെറും 2.8 ബില്യൺ US$ ആയിരുന്നു. എന്നാൽ 2019 എത്തുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് ഒറ്റയടിക്ക് $8.7 ബില്യൺ ആയി വളർന്നു. നരേന്ദ്രമോദി വീണ്ടും ഒരു 5 വർഷം കൂടി ഭരിച്ചപ്പോൾ 2023 കണക്കുകൾ പ്രകാരം $43.3 ആണ് ഇന്ന് അദാനിയുടെ ആസ്തി. അതായത് 2014 നിന്നും 2023 എത്തുമ്പോൾ ഏകദേശം $40 ബില്യൺ വർധനവ് അദാനിയുടെ സമ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വവും ഇത്തരം വ്യവസായികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് ഇത്തരത്തിലുള്ള വമ്പൻ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർ സ്വന്തമാക്കാനുള്ള കാര്യമെന്നത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് കൂടുതൽ ശക്തമാകുന്നത് ഇന്ത്യയിലെ BJP നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.